നമ്മൾ സ്ക്രിപ്റ്റ് ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് പേജിൽ നമുക്ക് വേണ്ടുന്നത് നിങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പിച്ച് ചെയ്യാൻ പോകുമ്പം മസ്റ്റായിട്ട് ഫസ്റ്റ് പേജിൽ വേണ്ടുന്നത്. പിന്നെ സിനിമയിൽ ഡേ എന്ന് പറയുന്നത് രാത്രി 9:30 വരെയാണ്. അപ്പോൾ സ്ക്രീൻ പ്ലേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഏത് പ്രതലത്തിൽ കഥ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ സീൻ 1 എന്ന് എഴുതിയിട്ട് നായകൻ്റെ വീട്, ഉദിച്ചു വരുന്ന സൂര്യൻ, കിളികളുടെ ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻ പ്ലേ ചെയ്ത് അത് ആ സ്ക്രീൻ പ്ലേ എത്ര ഡീറ്റെയിൽ ആകുമ്പോൾ അത്രയും ഡയറക്ടറിന് കുറച്ചുകൂടി ഗുണം കിട്ടും. ഇല്ലെങ്കിൽ ഡയറക്ടറായി പ്രൊഡ്യൂസറായി ആർട്ടിസ്റ്റുമായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറിനും അസോസിയേറ്റ് ഡയറക്ടർ അത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ഗുണം ചെയ്യുക. രാത്രി 2 മണിക്ക് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്താൽ ബാറ്റ ട്രിപ്പിൾ ആവും. ഇതേപോലെ തന്നെ നമ്മൾ പബ്ലിക് ഹോളിഡേയ്സ് ഷൂട്ട് ചെയ്താലും ട്രിപ്പിൾ ആവും. അവസാനം എല്ലാ സ്ക്രിപ്റ്റും ഞാൻ പേഴ്സണലായിട്ട് നിന്നിട്ട് ഓരോന്നായിട്ട് ഞങ്ങളുടെ ടീം എല്ലാം കൂടെ കത്തിച്ചു. സ്ക്രിപ്റ്റ് എല്ലാം കൂടി ഇട്ട് കത്തിച്ചു കളഞ്ഞു. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റാണ്. നമ്മുടെ ചാനലിനകത്തൊരു കമൻറ്റ്, ഒരു റിക്വസ്റ്റ് വന്നാണ്, അതായത് മറ്റേ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ, അതായത് സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് വീഡിയോ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഞാൻ വോയിസ് ഓവറായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ സ്ക്രിപ്റ്റ് ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് പേജിൽ നമുക്ക് വേണ്ടുന്നത് നിങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പിച്ച് ചെയ്യാൻ പോകുമ്പം മസ്റ്റായിട്ട് ഫസ്റ്റ് പേജിൽ വേണ്ടുന്നത് ഡെഫിനറ്റ്ലി ടൈറ്റിൽ, സ്റ്റോറി ആരുടെ, സ്ക്രിപ്റ്റ് ആരുടെ, അവരുടെ പേരുകൾ, കോണ്ടാക്ട് നമ്പർ. കോണ്ടാക്ട് നമ്പർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ വേണം, ഇമെയിൽ വേണം, മസ്റ്റായിട്ട് വേണം. കാരണം മൊബൈലിൽ കോൺടാക്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ മെയിലായിട്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ SW അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ റൈറ്റ് സൈഡ് ബോട്ടമിലായിട്ട് മസ്റ്റായിട്ടും വെർഷൻസ് എഴുതണം. ഈ വെർഷൻസ് എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ചെയ്ത വർക്കിന് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടും. അതായത് വെർഷൻ 1 ഡ്രാഫ്റ്റ് ഒരു ഡേറ്റ്, ചിലപ്പോൾ 2023 ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡേറ്റ്, സ്പെസിഫിക് ഡേറ്റ് എഴുതണം എന്നാണ് ആ വെർഷൻ ഇറങ്ങിയത്. വെർഷൻ 2, വെർഷൻ 3 ഇങ്ങനെയുള്ള വെർഷൻസ് നിങ്ങൾ കണ്ടിന്യൂസ് എഴുതുവാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു നടൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ നിങ്ങൾ പണിയെടുത്തു എന്ന് ഒരു കുറച്ചുകൂടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടും. അതായത് ഇത് ഇന്നലെ ഉണ്ടായ സ്ക്രിപ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ടാണ് വന്നത്. നിങ്ങൾ നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മളൊരു പടം ഷൂട്ടിങ്ങിന് കയറുമ്പം ഒരു കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിലേക്ക് കയറുമ്പോൾ വെർഷൻ 5 ആൻഡ് ബിയോണ്ട് ആണ് സാധാരണ കയറാറുള്ളത്. അത്രയ്ക്ക് കറക്ഷൻസ് വരും. 9 കറക്ഷൻസ് 10 കറക്ഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. അത് എന്ത് കറക്ഷൻ ചെയ്താലും, ഇപ്പോൾ ഒരു സീനാണ് നിങ്ങൾ മാറ്റിയത്, എന്തെങ്കിലും കറക്ഷൻ ചെയ്താലും ആ വെർഷൻ മാറ്റണം. കാരണം ഇപ്പോൾ വെർഷൻ 1.0 കഴിഞ്ഞിട്ട് 2.0 റൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 1.1 അല്ലെങ്കിൽ 2.1 അത് ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയെങ്കിൽ അത് 1.1 ആയിട്ട് നെക്സ്റ്റ് വേർഷൻസ് കരുതുക. അല്ലെങ്കിൽ മേജർ വേർഷൻസ്, അതായത് സീൻ ഓർഡർ മാറ്റി അല്ലെങ്കിൽ സീൻസ് റീപ്ലേസ് ചെയ്തു, ആഡ് ചെയ്തു, അപ്പോൾ നിങ്ങൾ വേർഷൻ 2, 3 അങ്ങനെ പോവുക. ഇത് നമ്മുടെ ഫ്രണ്ട് പേജ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന പേജിലേക്ക് വരുമ്പം ഹെഡറിനകത്ത് മിഡിലായിട്ട് ടൈറ്റിൽ, ആ പടത്തിൻ്റെ ടൈറ്റിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേജ് ഒരു A4 പേജ് ആണെങ്കിൽ ടോപ്പ് ലെഫ്റ്റിൽ ആദ്യം വേണ്ടുന്നത് ഡേ/നൈറ്റ്. അത് ഏതാണോ അതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എഴുതുക. ഇപ്പം പകലാണ് ഈ കഥ നടക്കുന്നത്, സീൻ പകലാണ് നടക്കുന്നതെങ്കിൽ ഡേ, നൈറ്റ് ആണെങ്കിൽ നൈറ്റ്. പിന്നെ സിനിമയിൽ ഡേ എന്ന് പറയുന്നത് രാത്രി 9:30 വരെയാണ്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതായത് 6 to 9:30 ആണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ 6 എന്ന് പറയുമ്പോൾ 6 തുടങ്ങുന്ന പടങ്ങളുണ്ട്, തുടങ്ങാത്ത പടമുണ്ട്. എന്നാലും 6 എന്ന് പറഞ്ഞാൽ 7 മണി ആകുമ്പോഴെങ്കിലും തുടങ്ങും. 9:30 എന്ന് പറഞ്ഞാൽ ഒരു 9 o'clock ആകുമ്പോഴെങ്കിലും നമ്മൾ ബാക്കപ്പ് വിളിക്കും. ബാക്കപ്പ് വിളിച്ചാലേ 9:30 ആകുമ്പോഴത്തേക്കിനും എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം 9:30 കഴിഞ്ഞാൽ ബാറ്റ മാറും, അത് വേറൊരു വിഷയമാണ്. അപ്പം ഡേ എന്ന് പറയുന്നത് 9:30 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഴുതേണ്ടത് ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ, അകത്താണോ പുറത്താണോ ഷൂട്ടുള്ളത്, അത് നിങ്ങൾ മാർക്ക് ചെയ്യുക, ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ. തേർഡ് നിങ്ങൾ എഴുതേണ്ടത് ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ സീൻ നടക്കുന്നത്. അതായത് നായകൻ്റെ വീട്
അല്ലെങ്കിൽ ഇന്ന സ്ഥലം, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള എവിടെയാണോ നടക്കുന്നത് അത് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ ആ ആക്ടേഴ്സ്, അതായത് ഇപ്പം കഥാപാത്രങ്ങളുടെ പേരുകൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ പൃഥ്വിരാജിനെ വെച്ച് പടം എടുക്കുന്ന പൃഥ്വിരാജിന് എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. ആ കഥാപാത്രത്തിന് എന്താണോ പേര് കൊടുത്തേക്കുക, ഇപ്പം ബെന്നി ആണെങ്കിൽ ബെന്നി, ടോണി ആണെങ്കിൽ ടോണി, എന്താണോ നിങ്ങൾ പേര് കൊടുത്തേക്കുന്നത് ആ പേര് എഴുതുക. ആരൊക്കെ ആ സീനിൽ വരുന്നുണ്ട്, ഇപ്പം 3 ആർട്ടിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ 3 ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എഴുതുക. ക്യാരക്ടറിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് സൈക്കിളിൽ ചവിട്ടി പോകുന്ന ചേട്ടൻ, സൈക്കിൾ യാത്രക്കാരൻ, അങ്ങനെ എഴുതിയാൽ മതി. കാരണം അതിന് ആ കഥാപാത്രത്തിന് ചിലപ്പോൾ ഡയലോഗ് കാണണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് സീൻ 1 എന്നും പറഞ്ഞിട്ട് നിങ്ങൾ മറ്റേ സീൻ ഓർഡർ എഴുതുമല്ലോ. അപ്പോൾ സീൻ ഓർഡർ എഴുതുമ്പം നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റ് വരുമ്പോൾ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ അത് വരണമെന്നില്ല. നിങ്ങൾ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റ്, അതായത് സ്ക്രീൻ പ്ലേയും കൂടെ, ചില ആൾക്കാർ എഴുതുമ്പോൾ സ്ക്രീൻ പ്ലേ എഴുതും. ഈ സ്ക്രീൻ പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ക്രീൻ പ്ലേ എത്രയും വ്യത്യസ്തമായിട്ട് വരുന്നു അത്രയും പടം ബെറ്റർ ആവും. കാരണം നമ്മൾ കാണാത്ത സ്ക്രീൻ പ്ലേകൾ വരുമ്പോഴാണ് പടത്തിനകത്ത് അതിൻ്റെ ഒരു എലിവേഷൻ വരുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു പടം കണ്ടു, ഒരു ഉദാഹരണം പറയാം. എനിക്കൊന്ന് പ്രണയവിലാസം എന്ന് പറയുന്ന പടമാണ്. ഈ പ്രണയവിലാസത്തിനകത്തൊരു പാട്ടുണ്ട്, ഹക്കീം ഷായും അനശ്വര രാജിനോട് ഇവിടെ. ആ പാട്ടിനകത്ത് അതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ, അതായത് ഹക്കീം ഷാ അനശ്വരയുടെ അടുത്ത് ചോദിക്കാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ കാര്യം വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റായിട്ട് അനശ്വരയുടെ പ്രണയം, ആ നായികയുടെ പ്രണയം നായകൻ്റെ അടുത്ത് പടം നമുക്ക് മറ്റന്നാൾ കാണാമെന്നും പറയുന്നു. അതിനുശേഷം ആ പാട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനശ്വര കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബസ് വിട്ടു പോകുന്നു. ആ ബസ് വിട്ടുപോയി ദൂരെ നോക്കുമ്പോൾ ബസ് അവിടെ നിർത്തിയിട്ടേക്കുക. എന്നിട്ട് ഹക്കീം ഷാ ഇറങ്ങി വന്നിട്ട് ടയർ ചെക്ക് ചെയ്യുക. ഇതൊക്കെ സാധാരണ ജീവിതം, അതായത് നിങ്ങൾക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവമാണ്. പക്ഷെ ആ സ്ക്രീൻ പ്ലേയിലാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. സ്ക്രീൻ പ്ലേയിലാണ് അത്, ആ വിഷ്വലൂടെ വന്നപ്പോഴാണ് ആ പാട്ട് എലിവേറ്റ് ആയത്. അപ്പോൾ സ്ക്രീൻ പ്ലേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഏത് പ്രതലത്തിൽ കഥ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ സീൻ 1 എന്ന് എഴുതിയിട്ട് നായകൻ്റെ വീട്, ഉദിച്ചു വരുന്ന സൂര്യൻ, കിളികളുടെ ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻ പ്ലേ ചെയ്ത്, അത് ആ സ്ക്രീൻ പ്ലേ എത്ര ഡീറ്റെയിൽ ആകുമ്പോൾ അത്രയും ഡയറക്ടറിന് കുറച്ചുകൂടി ഗുണം കിട്ടും. ഇല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഇൻപുട്ട് അവിടെ വരും. എന്നിട്ട് നിങ്ങൾ ഡയലോഗ് എഴുതുന്നു, നായകൻ്റെ പേര് എഴുതുന്നു, ഡയലോഗ് എഴുതുന്നു, അങ്ങനെ ആ സീൻ പോകുന്നു. എന്നിട്ട് ഏറ്റവും ബോട്ടമിൽ, അപ്പോൾ നിങ്ങൾ സീൻ എഴുതി, സീൻസ് ഡീറ്റെയിൽഡ് ചെയ്തു, എന്നിട്ട് ഏറ്റവും ബോട്ടമിൽ ഫൂട്ടറിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു 4 സാധനമുണ്ട്. ഒന്ന്, ആരുടെയാണോ ഈ സ്ക്രിപ്റ്റ്, സ്റ്റോറി ടെല്ലറിൻ്റെ പേര്, കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, SW അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസിയിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് കോപ്പിറൈറ്റിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന റെഫറൻസ് നമ്പർ, അത് ലെഫ്റ്റ് സൈഡിൽ വരണം. ഇത്രയും സാധനം ചെറുതായിട്ട് എഴുതിയാൽ മതി. നമുക്ക് ഒരു പേജ് എടുത്ത് നോക്കിയാൽ അത് കാണാം. റൈറ്റ് സൈഡിൽ ഇതിൻ്റെ വെർഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ വെർഷൻ, ഈ സ്ക്രിപ്റ്റിൻ്റെ വെർഷൻ ഏതാണ്. അപ്പോൾ വെർഷൻ 3.0 ഡ്രാഫ്റ്റ് തന്നെ എഴുതണം. വെർഷൻ 3.0 ഡ്രാഫ്റ്റ്, ഡേറ്റ്, അത് എന്നാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് നിങ്ങളുടെ ഡേറ്റ്, എന്നാണോ സ്ക്രിപ്റ്റ് ചെയ്തത് അതാണ് ഡേറ്റ്. ഇത്രയും സാധനം ചെയ്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും PDF ആണ് ചോദിക്കുന്നത്. PDF അയച്ചു തരാൻ പറയും. ഹാർഡ് സ്ക്രിപ്റ്റ് എടുക്കുന്ന വളരെ ലിമിറ്റഡ് ആൾക്കാരുള്ളൂ. എടുക്കുന്ന ആൾക്കാരുണ്ട്, അത് അവർക്ക് അങ്ങനെ വായിച്ചാലേ അവർക്കൊരു തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഒരു പേജ് നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു പേജ് മിസ്സായാൽ എവിടെ കിടന്ന് കിട്ടിയാലും ഇത് ഏതിൻ്റെ ഭാഗമാണ്, ഏതാണ് അതിൻ്റെ ടൈറ്റിൽ. ഇപ്പോൾ ടൈറ്റിൽ നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അൺടൈറ്റിൽ വീണ്ടും ടോപ്പിലിടാം. ആരാണ് ആ സാധനം എഴുതിയത്, അവരുടെ കോൺടാക്ട് നമ്പർ എന്തുവാണ്, എത്ര വെർഷനാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അത് ഒരു ഗുണം. രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രൊജക്റ്റ് ആക്കിയെന്ന് തന്നെ വിചാരിക്കുക. അതായത് പ്രൊജക്റ്റ് സെറ്റായി, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസിനെ കിട്ടി, ഡയറക്ടറായി, പ്രൊഡ്യൂസറായി, ആർട്ടിസ്റ്റുമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ കൺട്രോളറിനും അസോസിയേറ്റ് ഡയറക്ടർ, അത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ഗുണം ചെയ്യും. അതായത് അവരുടെ പകുതി പണി കുറയും. കാരണം നിങ്ങൾ എപ്പോഴാണ് ആ സീൻ എടുക്കുന്നതെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡേ, അപ്പോൾ ഡേ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്ര 25 ദിവസം ഡേ കിട്ടി. അതായത് ടോട്ടൽ സീൻ ഇപ്പോൾ ഒരു 50 സീൻ ഉണ്ടെങ്കിൽ ആ ഡേ നൈറ്റ് എണ്ണിയാൽ മാത്രം മതി. ആ നൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറയുന്നു, 9:30 ശേഷമുള്ളതാണ് നൈറ്റ്, അതിന് മുമ്പുള്ള നൈറ്റ് അല്ല. അപ്പോൾ ഡേ എന്നിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഇടാം. അതായത് നിങ്ങൾ ഇരുട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഇടാം. അപ്പോൾ അത് ചാർട്ട് ചെയ്യുന്ന ആൾ പ്രത്യേകം എടുത്ത് നോക്കും, ഡേ ആണോ നൈറ്റ് ആണോ എന്നുള്ളത്.
അപ്പോൾ എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡേ നൈറ്റ് തന്നെ ഇട്ടിട്ട് പോവുക. സിനിമയുടെ ഡേ നൈറ്റ് ഇടണ്ട, അത് മറ്റേ കൺട്രോളേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ചാർട്ടിങ് ചെയ്യുന്ന ആൾ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ അവർക്ക് ചാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് കോസ്റ്റ് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 50 സീനുണ്ട്, 40 സീനും നൈറ്റാണ്. നൈറ്റ് എന്ന് പറയുമ്പം പ്രൊഡ്യൂസർ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നൈറ്റ് ഇത് നടക്കുന്നത് രാത്രി 12 മണിക്കാണ് നടക്കുന്നത്, അല്ല 1 മണിക്ക് 2 മണിക്ക്, അത് രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ സ്ക്രിപ്റ്റ് നടക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടാൻ പറ്റും. അതായത് 10 ലക്ഷം രൂപ ബാറ്റിയാവുമെങ്കിൽ രാത്രി നടക്കുന്ന പടത്തിന് 20 ലക്ഷം രൂപ ബാറ്റിയാവും. അത് ഡബിളും ചെയ്യും ട്രിപ്പിളും ചെയ്യും. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്, രാത്രി 2 മണിക്ക് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്താൽ ബാറ്റ ട്രിപ്പിളാവും. ഇതേപോലെ തന്നെ നമ്മൾ പബ്ലിക് ഹോളിഡേയ്സ് ഷൂട്ട് ചെയ്താലും ട്രിപ്പിളാവും. അതുകൊണ്ടാണ് സർട്ടൻ ഡേറ്റ്സ് പടങ്ങൾ നമ്മൾ ബുദ്ധിയുള്ളവരൊന്നും തുടങ്ങില്ല, പ്രത്യേകിച്ചും ഡിസംബർ മിഡിന് ശേഷം. കാരണം 25-ാം തീയതി അവധി, 31-ാം തീയതി അവധി, അതായത് 1-ാം തീയതിത്തെ അവധി, അങ്ങനെ ഇങ്ങനെ ഈ ഓണത്തിൻ്റെ അവധി അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് 2-3 ദിവസം ഒരു 30 ഡേയ്സിനകത്തുള്ളിൽ 3-4 ഡേയ്സ് അവധി വരുന്ന ദിവസമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി കണ്ടിന്യൂസ് ഷൂട്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് അവധി വരുന്ന ദിവസം നമ്മൾ പടം ചെയ്യുമ്പം 3 ദിവസം പടം ചെയ്താൽ 9 ദിവസത്തെ ബാറ്റ് കൊടുക്കണം. അപ്പോൾ ട്രിപ്പിളായി 3 ദിവസം. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനടുത്തും സ്റ്റോറി ടെല്ലേഴ്സിനും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഫോർമാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. പ്ലസ് ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് PDF വേർഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനകത്ത്, ഈ മെയിൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല ഗുണം, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ആർട്ടിസ്റ്റിനും ചാർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഈ നിങ്ങളുടെ സ്ക്രിപ്റ്റും കൊണ്ട് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും ചെയ്യാതെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അനുഭവം പറയാം. കോവിഡ് സമയത്ത് നമ്മൾ ഹാർഡ് കോപ്പി സ്ക്രിപ്റ്റ് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ സ്വീകരിച്ച് സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ഡ്രോപ്പ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രോപ്പ് ബോക്സിൽ കൊണ്ട് സ്ക്രിപ്റ്റ് ആൾക്കാർ പണ്ടിടുമായിരുന്നു, അതായത് PDF ഒക്കെ അയക്കുന്നതിനൊക്കെ മുമ്പ്. ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പം നമുക്ക് പല സ്ക്രിപ്റ്റുകളും, എനിക്കൊന്നൊരു 160 സ്ക്രിപ്റ്റോളം ഉണ്ടായിരുന്നു. നമുക്കത് എടുത്തിട്ട് ഒരു തലയില്ല വാരുമില്ല. അതായത് സ്ക്രിപ്റ്റിൻ്റെ ടൈറ്റിലുണ്ട്, സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഫോൺ നമ്പർ ഇല്ല, ഇമെയിൽ അഡ്രസ്സ് ഇല്ല, പേരില്ല, ഒന്നുമില്ല. അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നു. നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിനെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് അവർ വിചാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അവസാനം FK എടുത്ത് പറഞ്ഞു, മാക്ടയിൽ പറഞ്ഞു, ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു 2019 കോവിഡ് തൊട്ട് മുമ്പ് റിസീവ് ചെയ്ത സ്ക്രിപ്റ്റ്സാണ്. 2023 3 വർഷം വരെ ഈ 160 സ്ക്രിപ്റ്റും തലയും വാലും ഇല്ലാത്ത സ്ക്രിപ്റ്റുകൾ വെച്ചുകൊണ്ടിരുന്നു. അവസാനം നമ്മൾ അതിനകത്ത്, അതായത് റിജക്റ്റ് ചെയ്ത സ്ക്രിപ്റ്റുകളാണ്. ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന അതിലും വലിയ കോസ്റ്റ് ആയിരിക്കും, അതായിരിക്കും. പിന്നെ ഞങ്ങൾക്കിത് നശിപ്പിച്ച് കളയാൻ, അതായത് എവിടെയെങ്കിലും കളയാൻ പറ്റില്ലല്ലോ. പേപ്പർ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല, 1 സൈഡ് മാത്രം പ്രിന്റ് ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റുകളാണ്. അവസാനം എല്ലാ സ്ക്രിപ്റ്റും ഞാൻ പേഴ്സണലായിട്ട് നിന്നിട്ട് ഓരോന്നായിട്ട് ഞങ്ങളുടെ ടീമെല്ലാം കൂടെ കത്തിച്ചു, സ്ക്രിപ്റ്റ് എല്ലാം കൂടി ഇട്ട് കത്തിച്ചു കളഞ്ഞു. കാരണം ആരാണ് തന്നത് ഒരു ഡീറ്റെയിൽസ് ഇല്ല. ഒരു മെയിൽ അഡ്രസ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് അയച്ചു കൊടുക്കാൻ. പിന്നെ ഫോൺ നമ്പർ, ചില ആൾക്കാർ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ ഔട്ടായിപ്പോയി. കോവിഡ് സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഫോൺ വിളിച്ചാൽ ഔട്ട് ഓഫ് കവറേജ്, അല്ലെങ്കിൽ ദിസ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒരു മെയിലെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്ഷൻ ഹൗസിനോ ഡയറക്ടറോ ആർക്കായാലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ സീൻ ഓർഡർ, ഒരു സ്ക്രിപ്റ്റ്, കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറി, സീൻ ഓർഡേഴ്സ്, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്, ഇതെല്ലാം വരുമ്പോഴാണ് ഒരു പ്രോപ്പർ കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ് ആവുന്നത്. പിന്നെ എൻ്റെ ഒരു അഡീഷണൽ റെക്കമെൻഡേഷനുകളുണ്ട്. നിങ്ങളൊരു സ്ക്രിപ്റ്റ്, ടോട്ടൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങളൊരു 1 പേജിൻ്റെ, അതായത് ഫ്രണ്ട് പേജ് ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഒരു 1 പേജ് സിനോപ്സിസ്, ഒരു സാരാംശം വെക്കാൻ പറ്റുവാണെങ്കിൽ ദയവ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ എൻ്റെ വേറെ റെക്കമെൻഡേഷൻ വെച്ചാൽ കഴിവതും ഈ ഹാർഡ് കോപ്പി സ്ക്രിപ്റ്റ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അതിൻ്റെ കോസ്റ്റ്. ഒരു 200 പേജിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ പ്രിൻ്റ് അടിച്ച് DTP ചെയ്ത് പ്രിൻ്റ് അടിച്ച് വരണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് അറിയാം. മാക്സിമം PDF അയക്കുക, പക്ഷേ അയക്കുന്നതിന് മുമ്പായിട്ട്
രജിസ്റ്റർ ചെയ്യുക. മേക്ക് ഷുവർ ഇത് അടിച്ചു മാറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. അത് നിങ്ങളുടെ സ്റ്റോറി സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റില്ല നിങ്ങൾ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാം ഒരു ട്രസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. ഇന്നാളിൽ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്തൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ പടമാണ്, പുള്ളിക്കാരൻ്റെ സ്റ്റോറിയാണ്, പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റാണ്. പക്ഷേ ആ പടത്തിലൊന്നും പുള്ളിക്കാരൻ്റെ പേരൊന്നും ഞാൻ കണ്ടില്ല. നന്നായിട്ട് ഓടിയ പടമാണ്, വമ്പൻ ഹിറ്റ് അടിച്ചു. എനിക്കൊന്ന് 20 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നൊരു പടമാണ്. പക്ഷേ പ്രൂഫ് എന്താണ്? പുള്ളി അത് ഏതോ സുഹൃത്തിനടുത്ത് പറഞ്ഞു കഥ. ആ സുഹൃത്ത് ഏതോ ഡിസ്കഷനിൽ ഇപ്പോൾ എവിടെയോ പറഞ്ഞു. അവസാനം സ്റ്റോറി എഴുതി, സ്ക്രിപ്റ്റ് എഴുതി. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ നിമിഷകവികൾ ഉള്ള ഇൻഡസ്ട്രിയാണ്. അതായത് നിങ്ങൾ സ്റ്റോറി പറഞ്ഞ ഒരു രാത്രിയും കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി വരുന്ന ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി പ്രൊജക്റ്റ് ആക്കി മേജർ നടൻ അഭിനയിച്ചു, ഇറങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ആ നടൻ ആ വ്യക്തിയുടെയും ഈ കഥ കേട്ടിട്ടില്ല, ആ ഡയറക്ടറും കേട്ടിട്ടില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് അങ്ങനെ പോയെന്ന് പുള്ളി അവകാശപ്പെടുന്നു. അതിൻ്റെ ഒറിജിനൽ പുള്ളിയുടെ ഉണ്ടെന്ന്. പിന്നെ പുള്ളി ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരാളായതുകൊണ്ട് കേസും വഴക്കിനും ഒന്നും പുള്ളി പോയില്ല. കാരണം ഈ കേസും വഴക്കിനും പോകണമെങ്കിൽ തന്നെ എക്സ്പെൻസീവാണ്. പിന്നെ പുള്ളി ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇത് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതായത് എൻ്റെ മൈ വേർഡ് എഗൈൻസ്റ്റ് യുവർ വേർഡ് എന്നുള്ള അവസ്ഥയായി. അപ്പോൾ പുള്ളി അത് ഡ്രോപ്പ് ചെയ്തു. പുള്ളി അത് പറഞ്ഞു പോലും ഇല്ല ആരുടെ ഇങ്ങനൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ. സോ ഗൈസ്, മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫോളോ ഇൻ ടു ദാറ്റ് തിങ്. സോ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റ് ഞാൻ തന്നു. ഓൾ ഡെബ്യൂ റൈറ്റേഴ്സിനടുത്ത് പറയുക, ഈ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു അടുക്കും ചിട്ടയും, നിങ്ങളുടെ സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു അടുക്കും ചിട്ടയും കാണും. അതായത് നിങ്ങൾക്ക് പണി അറിയാം എന്ന് വായിക്കുന്നതിന് അതിന് മുമ്പ് ഒരു പെർസെപ്ഷൻ കിട്ടും നിങ്ങളെക്കുറിച്ച്. സോ എനിവേ ഇതാണ് എനിക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ടുട്ടു ആണെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് അയച്ചത്. ടുട്ടു, ഐ ബിലീവ് ഐ ഹവ് കവേർഡ് യുവർ പോർഷൻ. ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുതി അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനകത്ത് ഇത് ഡൗൺലോഡബിൾ വെർഷൻ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് പോയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ എനി ക്വസ്റ്റ്യൻസ് യു ഹാവ് ഗൈസ്, send the request, write to me, talk to me, I will come back to you. Anyway guys, thank you very much for all the likes, subscription and shares. ഒരുപാട് കമൻസും സജഷൻസും ഒക്കെ വരുന്നുണ്ട്. കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യത്തിൻ്റെ എപ്പിസോഡ് ചെയ്യാനുള്ള സമയമായെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് ടൈം കിട്ടുന്നില്ല, കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ദി ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് കൂടെ അതിൻ്റെ ഉത്തരം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ കുറേ പേർക്ക് കൂടെ അത് ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.